നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുകയും ഏതൊരുദ്ദേശത്തോടു കൂടിയാണോ നാഥന്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയത്, അള്ളാഹു ആ മുറാദുകളെല്ലാം ഹാസിലാക്കി തരുമാറാകട്ടെ. ബീന എന്ന സഹോദരി തോന്നയ്ക്കിൽ നിന്ന് വന്നു. ഉമ്മ മരണപ്പെട്ടിട്ട് 2 വർഷമായി. പടച്ച തമ്പുരാനെ, ആ മാതാവിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. മണ്ണറ നീ മണീറയാക്കി കൊടുക്കണേ റഹ്മാനെ. ഇരുളറ നീ പ്രകാശപൂരിതമാക്കണേ റബ്ബേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റ ശരീഫിൽ നിന്ന് പവിത്രമായ മണം കൊണ്ടടിച്ചു വീശുന്ന ഒരു വാതിൽ ആ മാതാവിന്റെ ഖബറിടത്തിലേക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ ആരാമത്തിൽ ഉല്ലസിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. വിദേശ ജോലിയിലെ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ഷെർഷാ നഗരൂർ അല്ലാഹുവേ നല്ല ജോലി നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടതകളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്ഥിരമായ ഒരു ജോലിക്ക് വേണ്ടി തന്റെ ഭാര്യ PSC എക്സാം എപ്പോഴും എഴുതുന്നുണ്ട് റഹ്മാനെ. അത് എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അതിൽ നീ നല്ല വിജയം കൊടുക്കണേ റഹ്മാനെ. ഉചിതമായ ഒരു ജോലി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹുവേ വെക്കുന്നവൻ നീയാണല്ലോ അല്ലാഹ്. അത് മാറ്റാനും നിനക്ക് കഴിവുണ്ടല്ലോ അല്ലാഹ്. നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. പടച്ച തമ്പുരാനെ, ഭാര്യ റൻസിക്ക് ശാരീരികമായ ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ താജുദ്ദീൻ എന്ന സഹോദരൻ വസിയ്യത്ത് ചെയ്തിരിക്കുന്നു റഹ്മാനെ. ശാരീരികമായി ഏത് ബുദ്ധിമുട്ടാണോ അനുഭവിക്കുന്നത് നിനക്കറിയുമല്ലോ അല്ലാഹ്. ആന്തരികവും ബാഹ്യവുമായ എല്ലാ കാര്യങ്ങളും അറിയുന്ന നാഥ, ആ സോദരിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, സ്ഥിരമായ ഒരു ജോലി നീ നൽകണേ അല്ലാഹ്. ആ ജോലിയിൽ നീ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മകന്റെ പരീക്ഷയിൽ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. കുടുംബത്തിന് ബർക്കത്ത് നൽകണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർ ആരൊക്കെയുണ്ടോ അവരെല്ലാം പല പള്ളികളുടെ ശ്മശാനങ്ങളിൽ അന്തിയുറങ്ങുകയാണ് അല്ലാഹുവേ. അവരുടെ മണ്ണാകുന്ന വീട്ടിലെ അവസ്ഥകൾ നീ അല്ലാതെ മറ്റാരും അറിയില്ല റഹ്മാനെ. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ മണ്ണർ നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാഹ്. ഷംനാദ് വെഞ്ഞാറമൂട് പുതൂർ ഉമ്മ സുഹറാ ബീവിക്ക് രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവേ. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ശരീരസുഖം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊണ്ട് പൂർണ്ണ സിഹത്തും സലാമത്തും ഖുവ്വത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, തന്റെ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോ നേർച്ച നേർന്നിരുന്ന അതിപ്പോ പ്രസവിക്കപ്പെട്ടു ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യാനും വസിയ്യത്ത് ചെയ്തിരിക്കുന്നു റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. കഷ്ടതകൾ മാറ്റി കൊടുത്തുകൊണ്ട് ആ കുടുംബത്തിന് ഉപകരിക്കുന്ന പൊന്നുമോനാക്കി മാറ്റണേ അല്ലാഹ്. ബിഹഖി സയ്യിദുൽ കൗനൈനി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا لئن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتهم الوسيلة والفضيلة والدرجة العالية ومقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. അർഹമർ റഹീമീനായ അല്ലാഹുവേ, കരുണയുള്ള രക്ഷിതാവേ, കൃപയുള്ള റഹ്മാനേ, അർഹമർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഈ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഖൈറിലാക്കണേ നീ സലാമത്തിലാക്കണേ നീ ആഫിയത്ത് നൽകണേ നീ ഖുവ്വത്ത് നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുവര്യന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവര് ആരെല്ലാം എവിടെയെല്ലാം എപ്പോഴെല്ലാം അറിഞ്ഞോ അറിയാതെയോ രഹസ്യമോ പരസ്യമോ പായി വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ പാപം പൊറുക്കാത്തവരായ നിലയിലോ കലിമ ചെല്ലാത്തവരായ നിലയിലോ ഹക്കടപാടുകൾ വീടാത്തവരായ നിലയിലോ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹുവേ. തെറ്റുകൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ കറുത്ത് കരിവാളിച്ചു പോയിരിക്കുന്നു റഹ്മാനെ. പാപങ്ങൾ കൊണ്ട് നിറഞ്ഞ ഹൃദയവുമായി നിന്റെ ദർബാറിലേക്ക്, നിന്റെ അർശങ്കലേക്ക്, നിന്റെ കുർസിയിലേക്ക്, നിന്റെ ലൗഹിലേക്ക്, നിന്റെ ആകാശസീമയിലേക്ക് ഞങ്ങൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്നു അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. സാധുക്കളായി മക്കൾ ഒരുമിച്ച് കൂടി അല്ലാഹുവേ ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട്, സിവി മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യത്തെ നീ നിഷ്കരുണം തട്ടിക്കളയല്ലേ അല്ലാഹുവേ. നീ ഗഫൂറാണല്ലോ നീ വദൂദാണല്ലോ നിന്നിലേക്കല്ലാതെ ഞങ്ങൾക്ക് മറ്റാരോടാണ് ചോദിക്കാനുള്ളത് റബ്ബേ. നീ കനിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പരാജിതരാണ് നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ പാപം പൊറുക്കാത്തവരായ നിലയിലോ കലിമ ചൊല്ലാത്തവരായ നിലയിലോ ഹക്കടപാടുകൾ വിടാത്തവരായ നിലയിലോ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹുവേ. ഹക്കടപാട് വിടാത്തവന്റെ മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും മാറി നിന്നിട്ടുണ്ടെങ്കിൽ നാഥാ, അറിഞ്ഞിട്ടോ അറിയാതെയോ ആരോടെങ്കിലും ഒരു ചില്ലിക്കാശെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അത് വീട്ടാതെ ഞങ്ങൾ നീ വിളിക്കല്ല റബ്ബേ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് വലയുന്നവര്, ശിഫായിന് വേണ്ടി ദുആ ചെയ്തവരുണ്ട്, അവർ തമ്പുരാനെ വസിയത്ത് ചെയ്തവരുണ്ടല്ലോ. അല്ലാഹുവേ, അവർക്ക് നീ രോഗശമനം കൊടുക്കണേ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹുവേ. മാറാ രോഗങ്ങളൊന്നും തന്നു പരീക്ഷിക്കല്ലേ ക്യാൻസർ എന്ന രോഗം തരല്ലേ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി തകർത്ത് കളയുന്ന ഈ മാറാവ്യാധി ഞങ്ങളിലോ, ഞങ്ങളുടെ മക്കളിലോ, ഞങ്ങളുടെ കുടുംബാദികളിലോ, ഞങ്ങളുടെ ഭാര്യമാരിലോ, ഞങ്ങളുടെ മാതാപിതാക്കളിലോ, ഞങ്ങളുടെ ഗുരുവര്യന്മാരിലോ, വിശിഷ്യായി നിന്റെ ഈ സായാഹ്നത്തിൽ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയവരിലോ അല്ലാഹുവേ ആരിലും വെച്ച് പരീക്ഷിക്കല്ലേ
അല്ലാഹുവേ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. അവയവങ്ങൾ ഛേദിച്ചു മാറ്റുന്ന അവസ്ഥയാണ് റഹ്മാനെ, മുറിച്ചു മാറ്റുന്ന അവസ്ഥയാണ് റബ്ബേ. ഈ ശരീരത്തിൽ കത്തിവെക്കാൻ നീ അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ തിരുവനന്തപുരം ഹോസ്പിറ്റലില് ഈ വിനീതന്റെ സുഹൃത്തും ഈ സ്ഥാപനത്തിന്റെ സഹചാരിയുമായ ആസാദ് ആശുപത്രിയിലാണ് റഹ്മാനെ. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. ഇത്രയും പെട്ടെന്ന് ഞങ്ങളോടൊപ്പം മടങ്ങി വരാന് നീ സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ വിനീതന്റെ ഭാര്യയടക്കം വേണ്ടപ്പെട്ടവരടക്കം ഈ വിനീതനടക്കം ഒരുപാട് ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടെന്ന് അല്ലാഹുവേ. ആ രോഗങ്ങൾ വെച്ചവൻ നീയാണെന്നറിയും റബ്ബേ, നിന്നിലാണ് ശിഫ എന്നറിയും റഹ്മാനെ. നീ ശിഫ ചെയ്യണേ അല്ലാ, നീ ശിഫ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ടല്ലാ. അല്ലാഹുവേ അവരുടെ മണ്ണറകൾ നീ മണിയറയാക്കണേ അല്ലാ, ഇരുളറ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. നോക്കത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ലാ. ഞങ്ങൾക്ക് മുന്നേ പോയവരാണല്ലാ, ഇനി അവർക്കൊരു മടക്കമില്ലല്ലാ, ഇനിയൊരു കൂടിക്കാഴ്ചയില്ലല്ലാ, ഒരു കണ്ടുമുട്ടലില്ല റബ്ബേ, ദുനിയാവിൽ വെച്ചൊരു സൗഹൃദമില്ലല്ലാ. അല്ലാഹുവേ ഞങ്ങളെ അവര് കേൾക്കുന്നുണ്ടല്ലാ, ഞങ്ങൾ അവരെ കേൾക്കുന്നില്ലെങ്കിലും അല്ലാഹുവേ അവരെ ഞങ്ങളെ കാണുന്നുണ്ടല്ലാ, ഞങ്ങൾ അവരെ കാണുന്നില്ലെങ്കിലും അല്ലാഹുവേ ഈ വിനീതന്റെ പിതാവടക്കം ഞങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കള്, വേണ്ടപ്പെട്ടവര്, സഹോദരങ്ങള് പല പള്ളികളുടെയും ശ്മശാനത്തിൽ ഏകാന്തമായി അന്ത്യവിശ്രമം കൊള്ളുകയാണല്ലാ. അവരുടെ ഖബറിന്റെ അന്തരാളത്തിലെ അവസ്ഥ നീയല്ലാതെ മറ്റാരും അറിയില്ല നാഥ. ആ മണ്ണറകൾ നീ മണിയറയാക്കണേ അല്ലാ, ഇരുളറ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങള് നാളെ മരിച്ച് ഖബറിലേക്ക് വെക്കപ്പെടുമ്പോ ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ഹാഫിളത്തുകളാക്കണേ അല്ലാ, ആലിമീങ്ങളും ആലിമത്തുകളുമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ മരിച്ചു വീഴുമ്പോ അല്ലാഹുവേ ഞങ്ങളുടെ ജനാസ ഞങ്ങളുടെ മക്കള് കുളിപ്പിക്കുന്ന അവസ്ഥ തരണേ അല്ലാ. അല്ലാഹുവേ അവസാനം കലിമ ചൊല്ലി തലയിൽ നിന്ന് കാലിലേക്ക് വെള്ളമൊലിപ്പിക്കുമ്പോ ഇതെന്റെ ഉമ്മയാണെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി കലിമ ചൊല്ലി വെള്ളമൊലിപ്പിക്കുന്ന മക്കളെ തരണേ അല്ലാ. അല്ലാഹുവേ അവിടെ നിന്നെടുത്ത് കൊണ്ടുവച്ച് കിടത്തി ഞങ്ങളുടെ കഫം പൊതിയുമ്പോ ഇടത്തുനിന്ന് വലത്തോട്ടെടുത്ത് പൊതിയുമ്പോ റഹ്മാനെ ആ സന്താനങ്ങൾ വരി പിടിച്ച് പൊതിഞ്ഞു കെട്ടി പുതുമാപ്പിളയെ പോലെ എടുത്തു പള്ളിയിലേക്ക് കൊണ്ടുവച്ചിട്ട് റഹ്മാനെ ഇമാം ആരാണ് ഈ മയ്യത്തിന് നിസ്കരിക്കാൻ അർഹതപ്പെട്ടതെന്ന് ചോദിക്കുമ്പോ മുന്നോട്ട് വരുന്ന സന്താനങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ ആ പൊന്നോമന പൊന്നുമോൻ മുന്നോട്ട് വന്ന് ഞങ്ങളുടെ തലയ്ക്കൽ വന്ന് നിന്ന് കൈകെട്ടി മൂന്നാമത്തെ തക്ബീറിൽ കൈയടിച്ചിട്ട് കൈ ഉയർത്തി കെട്ടിയിട്ട് റഹ്മാനെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് ദുആ ചെയ്യുമ്പോ റബ്ബേ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ വർഹംനി അബീ എന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് നിസ്കരിക്കുന്ന സ്വാലിഹായ മക്കളെ തരണേ അല്ലാ. അങ്ങനത്തെ സന്താനങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ അവിടെ നിന്നെടുത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ച് തലയിലെ കെട്ടടിച്ച് വലത്തെ ചെകിട്ടത്തൊരുള്ള മണ്ണുരുട്ടി വെക്കുമ്പോ റഹ്മാനെ ആ മക്കളുടെ കണ്ണുനീരിൽ ചാലിച്ചു വെക്കാനുള്ള അവസ്ഥ തരണേ അല്ലാ. അല്ലാഹുവേ പലക നിരത്തി മണ്ണും വലിച്ചിട്ട് കൂന കൂട്ടി കല്ലും നാട്ടി ചെടിയും നട്ട് വെള്ളവും ഒഴുക്കി എല്ലാവരും പിരിയുമ്പോ അല്ലാ ഏകാന്തമായ ഭവനത്തിന് മക്കളില്ലാതെ, ഭാര്യയില്ലാതെ, ബന്ധുക്കളില്ലാതെ, സ്വന്തക്കാരില്ലാതെ, കൂട്ടുകാരില്ലാതെ, ചങ്ങാതിയില്ലാതെ, മിത്രങ്ങളില്ലാത്ത
വായുവില്ലാത്ത, ഭക്ഷണമില്ലാത്ത, വിരിപ്പില്ലാത്ത, പാർപ്പിടമില്ലാത്ത, വെട്ടമില്ലാത്ത, ഇരുളുകൊണ്ട് പെയിന്റടിക്കപ്പെട്ട ഭവനത്തിന്റെ അന്തരാളത്തിൽ കിടക്കുമ്പോ ആ ഖബറിന്റെ തലക്കിലിരുന്നു കൊണ്ട് ഇതെന്റെ ഉപ്പാണുമ്മാണെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന സന്താനങ്ങളെ തരണേ അല്ലാഹുവേ, ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഏതെല്ലാം ഉദ്ദേശത്തോടെ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. സ്വദേശത്തും വിദേശത്തുമുള്ളവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് നീ വിജയം കൊടുക്കണേ അല്ലാ. കീമെഴുതിയ മക്കള്, നീറ്റെഴുതിയ മക്കള്, അതുപോലെ PSC എഴുതുന്ന മക്കള്, അല്ലാഹുവേ എല്ലാവർക്കും സമ്പൂർണമായ വിജയങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് ഉചിതമായ ജോലി നീ സംഭാവന ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം ഇവിടെയുണ്ടോ അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിൽ ആരംഭിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന്റെ ഹാദിമായി എത്തിയിട്ടുള്ള നവാസ് ഉസ്താദ് അടക്കം ആരെല്ലാം ഉണ്ടോ, ഇതിന്റെ ചെയർമാൻ ഉവൈസമാനി ഉസ്താദ് അടക്കം തമ്പുരാനെ എല്ലാവർക്കും നീ ഖൈർ ചെയ്യണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. സിഹത്തോടെ, ഖുവ്വത്തോടെ, അന്തസ്സോടെ ജനങ്ങളുടെ മുന്നിൽ യശസ്സോടെ ഉയർന്നു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നീ തൗഫീഖ് തായേ അല്ലാ. അല്ലാഹുവേ, ഈ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. എപ്പോ മരിച്ചാലും, എവിടെ വെച്ച് മരിച്ചാലും, ഏത് നിമിഷം മരിച്ചാലും അവസാനം തൊണ്ടക്കുഴിയിൽ റൂഹെത്തുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് നെറ്റിത്തണം കുളുകുളാ വിയർത്തുകൊണ്ട് അല്ലാഹുവേ, ഹബീബായ നബിയുടെ കരം പിടിച്ച് മുസാഫാത്ത് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര തിരിക്കാൻ നീ തൗഫീഖ് തായേ അല്ലാഹ്. അറുക്കപ്പെട്ട മൃഗങ്ങളും ശ്വാസം വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ച് കറുത്തു കരിവാളിച്ച് ഗുണം കെട്ടി ഈ ലോകത്ത് നിന്ന് യാത്ര തിരിക്കുന്ന അവസ്ഥ നീ തരല്ലേ അല്ലാ. ഈമാൻ കാമിലാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. എല്ലാ അർത്ഥത്തിലും ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ ലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ ബിസബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ بحق سيد الكونين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء